എപ്പോഴും വിവാദങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ശേഷമാണ് കെ ഫാമിലിയിലെ ഓരോ അംഗങ്ങളും നിരന്തരം വിവാദങ്ങളിൽ ഉൾപ്പെടാൻ തുടങ്ങിയത്. അമ്മൂമ്മ അഹാന കൃഷ്ണ പ്രശ്നം ഒന്ന് ഒതുങ്ങിത്തുടങ്ങിയതേയുള്ളൂ. അതിനിടയിൽ പുതിയൊരു ചർച്ചയ്ക്ക് ആരംഭമായിരിക്കുന്നു. അതിന് കാരണമായത് ദിയയുടെ മകൻ ഓമിയുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി വ്ളോഗാണ്. ദിയയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവന്ന വ്ളോഗ് ഇതിനോടകം റെഡിറ്റിലും ചർച്ചാ വിഷയമായി മാറി. കെ ഫാമിലിയിലെ അംഗങ്ങളും ഏറെ നാളുകളായി ഇവരുടെ ഫാമിലിയിൽ വീട്ടുജോലിക്ക് സഹായിയായി നിൽക്കുന്ന ബന്ധു കൂടിയായ അപ്പച്ചിയുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അശ്വിൻ്റെ കുടുംബാംഗങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. വ്ളോഗിലെ കേക്ക് മുറിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒപ്പം അപ്പച്ചിയും വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പച്ചി പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അഹാന അവരെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ രംഗമാണ് ചർച്ചയായത്. സഹോദരി വീണ്ടും വിവാദത്തിൽ പെട്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാകണം ദിയ പിന്നീട് വ്ളോഗിൽ നിന്നും ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇതാണ് റെഡിറ്റ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അഹാന വീണ്ടും എക്സ്പോസായെന്നും ഇഷാനിയും അപ്പച്ചി കുടുംബ ഫോട്ടോയിൽ ഭാഗമാകുന്നതിലും എല്ലാ ഫ്രെയിമിലും നിൽക്കുന്നതിലും ഈർഷ മുഖഭാവങ്ങളോടെ പ്രകടിപ്പിച്ചതായും ചിലർ റെഡിറ്റിൽ കുറിച്ചു. അമ്മൂമ്മയുമായുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അഹാന ഒരു വിശദീകരണ വീഡിയോ ഇട്ടിരുന്നു. അതിൽ തനിക്ക് ഇനി ഒരേയൊരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ, അത് തൻ്റെ അപ്പച്ചിയാണെന്ന് അഹാന പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞയാളാണ് ഇപ്പോൾ അതേ അപ്പച്ചിയെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഫ്രെയിമിൽ നിന്നും ഒഴിവാക്കിയതെന്ന് ചിലർ കുറിച്ചു. അപ്പച്ചിയുടെ സാരി കെ ഫാമിലിയുടെ എസ്തറ്റിക് മാച്ചാകാത്തതിനാലാകും ഒഴിവാക്കിയതെന്ന് പരിഹസിച്ച് കുറിച്ചവരുമുണ്ട്. അപ്പച്ചി കൂടെയുള്ളപ്പോഴെല്ലാം അഹാനിയും ഇഷാനിയും അസ്വസ്ഥരാകുന്നതുപോലെ വീഡിയോ കണ്ടപ്പോൾ തോന്നി. അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എസ്തറ്റിക് അപ്പച്ചി വന്നാൽ നശിക്കുമോ എന്ന ഭയമായിരുന്നു അവരിൽ കണ്ടത്. അപമാനിക്കാനാണെങ്കിൽ അപ്പച്ചിയെ ഒപ്പം കൂട്ടാതിരുന്നാൽ മതിയായിരുന്നല്ലോ. ഒരുപാട് പണമുള്ളവരല്ലേ, എന്നിട്ടും അപ്പച്ചിക്ക് വേണ്ടി ഒരു പേസ്റ്റൽ നിറമുള്ള സാരിയോ കുർത്തയോ വാങ്ങാൻ കഴിഞ്ഞില്ലേ? അവരെ ഒരു വീട്ടുജോലിക്കാരിയെപ്പോലെ ട്രീറ്റ് ചെയ്തു. ഇഷാനിയുടെ മുഖത്ത് അവരോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു എന്നും ചിലർ കുറിച്ചു. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയിൽ കുഞ്ഞിൻ്റെ അച്ഛനായ അശ്വിനും വലിയ റോഡില്ലാത്തതുപോലെ തോന്നിയിരുന്നു എന്നാണ് ചിലർ കുറിച്ചത്. കാരണം കൃഷ്ണകുമാർ തന്നെയായിരുന്നു പരിപാടിയിൽ ഉടനീളം കുഞ്ഞിനെ എടുത്തിരുന്നത്. ദിയയ്ക്ക് പിറകിൽ അശ്വിൻ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ചെയ്തത്. അശ്വിന് ഇത്തവണയും റോളും ഡയലോഗും ഇല്ലെന്നായിരുന്നു പരിഹസിച്ച് ചിലർ കുറിച്ചത്. അശ്വിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു അസ്വാഭാവികത തോന്നി. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ റോൾ കൃഷ്ണകുമാർ ചെയ്തതുപോലെ. മകൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ അച്ഛനായ അശ്വിന് അതിഥി വേഷമായിരുന്നു. അശ്വിൻ ഇപ്പോൾ പഴയ പോലെയല്ല. അവൻ വീഡിയോയിൽ വ്യത്യസ്തനായി കാണപ്പെടുന്നു. പുഞ്ചിരി പോലും ആർട്ടിഫിഷ്യലായി തോന്നി. പലപ്പോഴും ക്യാമറയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ശരീരഭാഷ ശ്രദ്ധിച്ചാൽ എന്തോ ഒരു അപാകത ഫീൽ ചെയ്യും എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട്. മകൻ്റെ ബർത്ത്ഡേ മലേഷ്യയിലാണ് ദിയ സെലിബ്രേറ്റ് ചെയ്തത്. ശേഷം നാട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് കെ ഫാമിലിയുടെ സർപ്രൈസ് ഓമിക്ക് ലഭിച്ചത്.